വെട്ടി ആരോട് നന്ദനോട് ചോദ്യം ഈ അമ്മേനെയാണ് അപ്പനെയാണ് ഇഷ്ടം? കേട്ടില്ലേ അമ്മ? കേട്ടില്ലേ? നന്ദയ്ക്ക് ആരെയും ഇഷ്ടം? അക്കുനെയാണോ ഈ അമ്മേനെയാണോ? വയ്യ അക്കുണ്ടല്ലോ ഡായിപ്പാണ് കേട്ടോ. രണ്ടാളി വശത്താക്കി വെച്ചിരിക്കുകയാണ്. കാരണം എന്താക്കോ ഇവരെ കയ്യില് ലേസും സാധനങ്ങളും മിഠായിയൊക്കെ ഉണ്ടാവും. അതല്ലടാ എന്റെ ലക്ഷ്യം. പിന്നെന്താ, എന്തുകൊണ്ടാണ് കക്കുച്ചേട്ടനെ ഇഷ്ടാവാൻ കാരണം? എന്താണ്? അക്കു ഐസ്ക്രീം വാങ്ങിച്ചു തന്നോണ്ട്. ഐസ്ക്രീമിൽ ഐസ് കട്ടെടുത്ത് കൊടുക്കണോണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന്. നന്ദയ്ക്ക് എന്താ അക്കുവിനെ ഇഷ്ടാവാൻ കാരണം? ആ അപ്പേ ഐസും കട്ടേനോടുള്ള പ്രേമാണ്, അല്ലാതെ അക്കുവിനോടുള്ള പ്രേമല്ല കേട്ടോ. എന്നാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇ എം അപ്പം ഒരു ബൗള് നിറയെ ഐസും കട്ട എടുത്തു തരാം. അപ്പൊ ആരോടാ സ്നേഹം? ഇ എം എനോടാണോ അക്കുവിനോടാണോ? ഒരാളെ പറയണം. ഇ എം അപ്പം ഒരു പാത്രം നിറയെ ഐസ് കൊണ്ടുതരും. ഐസ് കട്ട കേട്ടോ, ഫ്രിഡ്ജിൽ ഐസ് കട്ടകളില്ലേ, അത് കൊണ്ടുതരും. അപ്പൊ ആരോടാ സ്നേഹം? അക്കുവിനോടാണോ? അയ്യൂന് അക്കുനെ തന്നെ ഇഷ്ടം? ഇനി ഓന്റെ ഉപ്പേനെയാണോ അന്യാണോ ഇഷ്ടം ചോദിച്ചോക്ക്. ഉമ്മയും ഉപ്പിയും കേട്ടല്ലോ. ആയുവിന്റെ ഉമ്മയും ഉപ്പിയും കേട്ടില്ലേ? ഞാൻ അത് കാണിച്ചു കൊടുക്കൂടാ ഈ വീഡിയോ. എൻ്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും കാണിച്ചു കൊടുക്കും ഈ വീഡിയോ. നന്ദേനെ ഇഷ്ടമുണ്ടോ ആയു? ആരെ ഇഷ്ടം? നന്ദേനിയ പറ്റിച്ചതപ്പ ഈ രണ്ടാളും ഇഷ്ടാണെന്ന്. നന്ദയ്ക്ക് സന്തോഷായോ? ഞാൻ വെട്ടും. ആയിട്ടുള്ള മുടി വെച്ചിട്ട് ലെവലിൽ വെട്ടണ്ടേ? സുന്ദരനാവണ്ടേ? അജോ കുനെ പോലെ വരുന്നുണ്ടോ? വെട്ടിക്കഴിഞ്ഞോ എത്രങ്ങാനും മുടിയാ. നിങ്ങളൊരു ഭംഗിയൊക്കെയുണ്ട്. കാണിക്കേ ഉമ്മി ചീത്ത അറിയോ? അനക്ക് അജുമാമനെയാണോ അക്കൂനെയാണോ ഏറ്റവും ഇഷ്ടം? നന്ദന് എന്തായാലും ചോദിക്കേണ്ട താമസം വെട്ടും. കട്ടിച്ചല്ലോ. ഇതാകുമ്പോ കുറച്ച്. അക്കൂനെയാണോ ഇഷ്ടം അജുമാമനെയാണോ ഇഷ്ടം? വേം പറ. വെരി ഗുഡ് അക്കു. ഇനി നന്ദ വെട്ടട്ടെ. ഓൾക്ക് കത്രി കൊടുക്കാനാ പറയണത്. വേണ്ടട്ടോ. അജോ കണ്ണിനൊന്നും കുത്തി വെട്ടരുത്. അജോ കുരുത്തക്കേട് പറഞ്ഞു. അയ്യോ കുഞ്ഞേ, കുട്ടപ്പനായി കുഞ്ഞേന്ന്. എന്റെ കയ്യാ വെട്ടും. വീട്ടിലാരും ഉപ്പച്ചുണ്ടോ? ഇപ്പച്ചുണ്ടോ? ഉമ്മണ്ടോ? താത്താ ചക്ക മുട്ടിട്ടല്ലേ കേട്ടത്? ഓ ചോദിച്ചോണ്ടിരിക്കണല്ലോ. അത് കടയെന്നല്ല, ഇത് പ്രൊഫഷണലാ. ഇത് വന്നോളെ വരിവരായിട്ട് എന്താ ഞാൻ വെട്ടി തരും.
കേട്ടോ സാധനം കിട്ടി ഇച്ചിരി കിട്ടിയോ നിങ്ങൾ എന്തറിഞ്ഞിട്ടാ വെറുതെ പറഞ്ഞ ഞാൻ വിട്ടൊന്നുമില്ല പിന്നെ മുടി വെട്ടെന്ന് ഞാൻ ബാർബറോ അക്കു പോലും എന്റെ കയ്യിൽ നിന്നതല്ല വെട്ടണം എന്നുണ്ട് അന്റെ വെട്ടി തരാം അന്റെ വെട്ടി തരാം കായിന്റെ വെട്ടി തീർക്കട്ടെ അതിന്റെ വെട്ടി തീർക്കട്ടെ വെക്ക് വെക്ക് തല അനക്കാൻ പാടില്ല ചെവിയൊക്കെ പോകട്ടോ സുന്ദരനായില്ലേ വെട്ടിയപ്പോ അമ്മ ഒരു കാര്യം പറയട്ടെ, കത്രിക വലിയ ആൾക്കാർക്ക് ഉള്ളതാണ്, ആരും വെട്ടാൻ പറ്റൂല. ഇത് ഞാനേ മുടി മുറിക്കണ കത്രിയല്ല, ഇതെന്റെ ഇത് ഞാനേ മീൻ മുറിക്കണ കത്രിയാ. നോക്ക്, ഇതിലാണ് ഞാൻ മീനിനെ ഇങ്ങനെ മുറിച്ച് മീനിന്റെ ചോരക്കായ കത്രിക. അത് അയ്യയ്യയ്യേ ഈ അമ്മേ മീൻ മുറിക്കണ കത്രിക കൊണ്ട് എന്റെ മുടി വെട്ടിയിരിക്കണ അജുമാവൻ. വേ അയ്യേ അജു, നന്ദയ്ക്ക് വേണം നീ മീൻ മുറിക്കണ കത്രിക കൊണ്ട്? ഓ പെണ്ണെ എവിടുന്ന് അന്ന് മുട്ട അടിക്കേണ്ടി വന്നല്ലോ. എന്നിട്ട് മുട്ട അടിക്കാൻ പറഞ്ഞിട്ട് മുട്ട അടിച്ചു, അല്ലാതെ കട്ടിങ് എന്നിട്ട് ശരിയാവാതെ അങ്ങനെയല്ല, നീ വെട്ടിയിട്ട് ശരിയാവാതെ മുട്ട അടിക്കണം പറഞ്ഞിട്ട് മുട്ടയാണ് അടിച്ച്, അല്ലാതെ കട്ടിങ് അല്ല ചെയ്യുന്നത്. ഓന്റെ അടുത്ത് പറഞ്ഞു വെട്ടിക്കോ വെട്ടിക്കോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ വെട്ടി വെച്ച് ബാത്റൂമിൽ കയറ്റി, ആരുമില്ലായിരുന്നു, ബാത്റൂമിൽ കയറ്റി ഒറ്റ വെട്ടല്. എല്ലാതും കഴിഞ്ഞ് കണ്ണാടി പോയിട്ട് അന്റെ മുടി വെട്ടി തട്ടെ. മുടി വെട്ടണം, നിക്കണ നോക്ക്. എടാ അന്റെ മുടി ഓക്ക് വെട്ടണമെന്ന്. അമ്മ കത്രി കൊണ്ട് കളിക്കരുത്. ഏതോ രാക്ഷസന് ഷോക്ക് അടിച്ച പോലെ ഉണ്ടത്. കണ്ടത് ഇങ്ങനെ കെട്ടും കൊറേ. പിന്നെ പറഞ്ഞത് കേട്ടോ, അക്കു പറഞ്ഞ ഏതോ രാക്ഷസന് ഷോക്ക് അടിച്ച പോലെ ഉണ്ടെന്ന്. ഞാൻ കെട്ടിത്തരാന്നാലേ, ഞാൻ കെട്ടിത്തരാം. പൊന്നു കത്രിക കൊണ്ട് അമ്മ ഇവര് ഉള്ളുണ്ട് കേട്ടോ മുടി. പണ്ടറക്കാലത്ത് തുപ്പ് തുപ്പ് വെട്ടി ഓ മൈ വിട്ടോ. ഇനി പോട്ടെ, ഇനി വെട്ടിയത് ഇപ്പൊ ഒട്ടിക്കാൻ പറ്റില്ല. എല്ലാ കുട്ടികളെയും പിടിച്ച് മുടി വെട്ടുമ്പോ പോലെ വല്ലാതെ അതിന്റെ പാട്ട് കെട്ടൊക്കെ ഒറ്റപ്പുറത്തെ പിന്നെയും ഒരടിയിട് കിട്ടുണ്ടോ കെട്ട? ഓ സുന്ദരനായി പോണ്ടല്ലോ. ഇത്രയും ഉള്ളുണ്ട് അവനെ മുടിക്കിട്ട്, നല്ല ഉള്ളുണ്ട്. തുപ്പ് ശ്രീവാള ഞാൻ നോട്ടെ കണ്ണാടി കെട്ടില്ലോ. ആ കെട്ടിയത് കാണ്. ഇങ്ങനെയാണ് മുടിയില്ലാത്ത കുട്ടികൾ കെട്ടുക. നല്ല ഉള്ളുണ്ട് കേട്ടോ. അന്റെ ഉള്ളൊക്കെ കിട്ടിയാ മതിയായിരുന്നു. സാധനം കുറച്ചെടുത്തിട്ട് മൊത്തമായിട്ടൊന്ന് ഇങ്ങനെ ചുരുട്ടി, ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ചുരുട്ടി കൊടുക്കുക. അപ്പൊ സാധനം ചുരുണ്ടി 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 നിൽക്കും. അമ്മായിയേ വേണ്ടട്ടാ. എന്താ എന്താ എന്നോട് ആരാ എന്റെ ഡ്രസ്സ് എടുത്തിടാൻ പറഞ്ഞേ? ഇത് ആരുടെ ഡ്രസ് ആയോ? അത് ഞാൻ വെറുതെ പറഞ്ഞതാ. എടാ അത് ഷർട്ടാണ്. ഒരാള് എന്റെ ഡ്രസ്സ് എടുത്തിട്ട് അപ്പേക്ക് ഓൻ പോയിട്ട് അവന്റെ അബ്ബേന്റെ ഡ്രസ്സ് എടുത്തിട്ട്